ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മെക്സിക്കോയിലെ ചിയാപ്പ സംസ്ഥാനത്ത് കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഫാദർ ജുവാൻ മാനുവൽ സഫാല മാട്രിഗലിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിങ്കളാഴ്ചയാണ് മൃതദേഹം കണ്ടെടുത്തതെന്ന് തക്സ്റ്റല ഗുട്ടറസ് അതിരൂപത അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് വൈദികനെ കാണാതായത്. ഇതേ തുടർന്ന് അധികൃതർ അന്വേഷണം നടത്തി വരികയായിരുന്നു. വൈദികന്റെ മരണകാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും പോലീസും ഫോറൻസിക് സംഘവും അന്വേഷണം തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അക്രമ സംഭവങ്ങൾ പതിവായ ചിയാപ്പാസ് മേഖലയിൽ സഭാംഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് ആശങ്കയുളവാക്കുന്നുണ്ട്. 2024 ഒക്ടോബറിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ ഫാദർ മാർസലോ പെരസ് കൊല്ലപ്പെട്ടതും ഇതേ സംസ്ഥാനത്തായിരുന്നു. ഇറാനിലും ലെബനനിലും ഉൾപ്പെടെ പശ്ചിമേഷ്യയിൽ പടരുന്ന സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ലിയോ 14 മാർപ്പാപ്പ. മാർച്ച് 8 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നടത്തിയ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മാർപ്പാപ്പ സമാധാനത്തിനായി ആഹ്വാനം ചെയ്തത്. ബോംബുകളുടെ ശബ്ദം നിലയ്ക്കണമെന്നും ആയുധങ്ങൾ നിശബ്ദമാകണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. യുദ്ധമല്ല, ചർച്ചകളാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജനങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള സംവാദങ്ങൾക്കായി ഇടങ്ങൾ ഒരുക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഇറാനിലെ സംഘർഷം ലെബനൻ പോലുള്ള അയൽ രാജ്യങ്ങളിലേക്ക് പടരുന്നതിലും ആ രാജ്യങ്ങൾ വീണ്ടും അസ്ഥിരതയിലേക്ക് കൂപ്പുകുത്തുന്നതിലും മാർപ്പാപ്പ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. നിലവിലെ അക്രമങ്ങളും നാശനഷ്ടങ്ങളും അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2026 മാർച്ച് 28 ലിയോ 14 മാർപ്പാപ്പ മൊണോക്കോയിലേക്ക് നടത്തുന്ന ചരിത്രപരമായ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട വത്തിക്കാൻ. ആധുനിക ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ മൊണോക്കോ മണ്ണിൽ കാലുകുത്തുന്നത് എന്ന പ്രത്യേകതയും ഈ യാത്രയ്ക്കുണ്ട്. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന ആദർശ സൂക്തവുമായി എത്തുന്ന മാർപ്പാപ്പയെ ആൽബർട്ട് 2ാമൻ രാജകുമാരനും ചാർലിൻ രാജകുമാരിയും ചേർന്ന് ഔദ്യോഗികമായി സ്വീകരിക്കും. രാവിലെ വത്തിക്കാനിൽ നിന്നും തിരിക്കുന്ന മാർപ്പാപ്പ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രലിൽ വിശ്വാസികളുമായി സംവദിക്കുകയും തുടർന്ന് സെന്റ് ഡെവോട്ട പള്ളിയിൽ വെച്ച് യുവാക്കളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. അയൽ രാജ്യങ്ങളായ ഫ്രാൻസ്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുദ്ധം തകർത്ത യുക്രൈനിലെ ജനങ്ങളുടെ മാനസികാഘാതം കുറയ്ക്കുന്നതിനും അവർക്ക് പ്രത്യാശ നൽകുന്നതിനുമായി വിപുലമായ രീതിയിൽ ബൈബിൾ വിതരണം ചെയ്ത് യുക്രൈനിയൻ ബൈബിൾ സൊസൈറ്റി. വീടുകളും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിലും മറ്റും കഴിയുന്ന കുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ മുൻഗണന നൽകുന്നത്. കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ സഹിതമുള്ള ബൈബിളുകളാണ് പ്രധാനമായും വിതരണം ചെയ്യുന്നത്. യുദ്ധത്തിന്റെ ഭീകരതയിൽ കഴിയുന്ന കുരുന്നുകൾക്ക് ആശ്വാസവും ധൈര്യവും നൽകുവാൻ ഇത് സഹായിക്കുന്നു. ബോംബ് സ്ഫോടനങ്ങളും സൈനിക നീക്കങ്ങളും കണ്ട് മാനസികമായി തളർന്നവർക്ക് ദൈവവചനത്തിലൂടെ സാന്ത്വനം നൽകുകയാണ് ലക്ഷ്യം. ബൈബിൾ വായനയിലൂടെ പലരിലും ഭയം കുറയുന്നതായും പ്രത്യാശ വർദ്ധിക്കുന്നതായും സൊസൈറ്റി ഭാരവാഹികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭരണനിർവഹണം, പരിസ്ഥിതി ആസൂത്രണം, സുസ്ഥിര വികസനം എന്നിവയിൽ ജിയോസ്പേഷ്യൽ സാങ്കേതികവിദ്യയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം ചർച്ച ചെയ്യുന്നതിനായി ഗോവയിലെ വെർണയിലുള്ള പാദ്രെ കൺസസാവോ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നാഷണൽ സമ്മിറ്റ് ഓൺ ജിയോസ്പേഷ്യൽ 2.0 സംഘടിപ്പിച്ചു. കോർട്ടാലിം, സെന്റ് ജോസഫ് വാസ് കോളേജ്, പാദ്രോ കൺസസാവോ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവർ സംയുക്തമായാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. ഗോവ സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെയും ഗോവ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും പിന്തുണ ഇതിനുണ്ടായിരുന്നു. ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ഭരണതലത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുകയായിരുന്നു സമ്മിറ്റിന്റെ ലക്ഷ്യം. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.